മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ തമ്മിൽ താരതമ്യപ്പെടുത്തരുത്. ചേട്ടനും അനിയനും ആകാം, ആങ്ങളെയും പെങ്ങളും ആകാം. ചിലപ്പോൾ നമ്മൾ നല്ല ലക്ഷ്യത്തോടെയാണ്, നിൻ്റെ ചേട്ടൻ തന്നെയല്ലേ അവൻ എത്ര ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്, നീ എന്തിനാ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. താരതമ്യപ്പെടുത്തൽ ആർക്കും ഇഷ്ടമില്ലാത്തതാണ് എന്ന് നമുക്ക് തന്നെ അറിയാം. നമുക്കാണെങ്കിലും അത് ഇഷ്ടപ്പെടുകയില്ലല്ലോ. അത് ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് എനിക്ക് പറയാനുണ്ട്. ചിലപ്പോൾ അയൽവക്കത്തെ കൂട്ടുകാർ തമ്മിൽ നിങ്ങളൊന്നിച്ചല്ലടാ വെള്ളക്കുടത്തിൽ പോകുന്നത്, അവനെങ്ങനെയാണ് ചെയ്യുന്നത് നീ കണ്ടോ, നിന്നെക്കൊണ്ട് ഞാൻ മടുത്തു. നന്മ ഉദ്ദേശിച്ചാണ് മാതാപിതാക്കൾ പറയുന്നതെങ്കിലും അത് നന്മ വരുത്തുകയില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കമ്പാരിസൺസ്, താരതമ്യപ്പെടുത്തൽ നമ്മൾ ഒഴിവാക്കണം. കാരണം ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള വ്യക്തിത്വമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി പെരുമാറണമെന്ന് വളരെ സ്നേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും കുറച്ചൊക്കെ പാചകം പഠിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കുക പെൺകുട്ടിയെ പഠിപ്പിക്കുന്നത് ശരിയാണ്, ആൺകുട്ടി അവനെ എന്തിനാണ് പഠിപ്പിക്കുന്നത്? വേണം, അവന് എന്തെങ്കിലും ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ട് പഠിക്കണം, അവന് പഠിച്ചിരിക്കണം. അപ്പോൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അമ്മച്ചി ഒന്ന് പറഞ്ഞു കൊടുത്ത് രണ്ട് കുട്ടിയെയും അത് പഠിപ്പിക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അച്ഛനെ ഞാൻ ഇളയ കുട്ടിയായതുകൊണ്ട് അമ്മച്ചിയെ സഹായിക്കാനൊക്കെ പോയി കുറച്ചൊക്കെ കാര്യങ്ങളറിയാം. അത് ഫലദായകമാണ്. അത് മാത്രമല്ല, എല്ലാവരും അതൊന്ന് പഠിപ്പിച്ചിരിക്കുന്നത് നല്ലതാണ് ഒരു കുടുംബത്തിൽ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ എളിമ, സത്യസന്ധത കുട്ടികളിൽ നിർബന്ധം പിടിക്കണം. കാരണം ചെറുപ്പം മുതലേ ഇങ്ങനെ അഹം വളർത്തി വിടരുത്. എളിമപ്പെടാനായിട്ട് പഠിപ്പിക്കണം. മാതാപിതാക്കൾ അത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം. അതുപോലെ തന്നെ സത്യസന്ധത, തല പോയാലും സത്യമേ പറയാവൂ, അതിനെന്ത് നഷ്ടം വന്നോട്ടെ എന്നുള്ള ഒരു ബോധ്യം കൊടുക്കുകയാണെങ്കിൽ കുട്ടികളത് സ്വീകരിക്കും. അതുണ്ടാവണം എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. യെസ്, വിശുദ്ധ ലൂയിസിൻ്റെ മാതാവ് വിശുദ്ധ എലിസബത്ത് പറയുന്നുണ്ട്, നീ ഒരു കള്ളം പറഞ്ഞ് എൻ്റെ മടിയിൽ ജീവനോടെ ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം നീ എൻ്റെ മടിയിൽ മരിച്ചു കിടക്കുന്നു. വലിയൊരു അല്പം കട്ടിയായ കാര്യമാണെന്ന് എനിക്കറിയാം, എങ്കിലും അത് നിർബന്ധം പിടിച്ചിരുന്നു എന്നാണ്. സുഭാഷിതം 6:16 പറയുന്നുണ്ട്, കർത്താവ് വെറുക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഗർവ്, വ്യാജം, അസത്യം, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുകയാണ്. അതുകൊണ്ട് നല്ല സുഹൃത്ത് ബന്ധം പ്രോത്സാഹിപ്പിക്കും, നല്ലത് മാത്രമേ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. കുട്ടികൾക്ക് മോശമാണെന്നങ്ങനെ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഒരു മാതാപിതാക്കളുടെ സാന്നിധ്യം കൊടുക്കണം. ഒരിക്കൽ ഞാൻ ഓർക്കുന്നു, ടോമിച്ചനത് പറയുകയുണ്ടായി, പണത്തേക്കാളേറെ നമ്മുടെ സാന്നിധ്യം കുട്ടികൾക്ക് ആവശ്യമാണ് അവർ വളർത്തിയെടുക്കണമെങ്കിൽ. അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കളുടെ സാന്നിധ്യം വേണം. എന്നോട് പലരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഇവർ ഗൾഫിലൊക്കെ പോയി അല്ലെ പുറത്തൊക്കെ പോയി ഉണ്ടാക്കുന്ന പണത്തേക്കാൾ ഞങ്ങൾക്ക് താല്പര്യം ഇവരുടെ സാന്നിധ്യമാണ്. അത് കൊടുത്ത് കുട്ടികളെ നന്നായിട്ട് വളർത്തണം എന്നിവിടെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമ്മൾ തിരിയുകയാണ്. ഇന്ന് ആദ്യത്തെ കത്താരുടേതാണ്? ബോംബെയിൽ നിന്നും ഷൈനി എന്ന വീട്ടമ്മയാണ് ഇന്നത്തെ ആദ്യത്തെ കത്തെഴുതുന്നത്. ഷൈനി. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, എൻ്റെ ഭർത്താവ് നാട്ടിലും ഇവിടെയുമായി ജീവിക്കുന്നു. അദ്ദേഹത്തിന് ഇവിടുത്തെ ക്ലൈമറ്റ് അത്ര പിടിക്കുന്നില്ല. അദ്ദേഹത്തിന് പ്രത്യേക ജോലിയൊന്നുമില്ല. ഞാനൊരു നേഴ്സായി ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെ വളർത്തി. എനിക്ക് ഒരാണും ഒരു പെണ്ണുമാണുള്ളത്. മൂത്തവൾക്ക് ഇപ്പോൾ ജോലിയായി. അവൾ വലിയ ഭക്തയാണ്, പള്ളിയിലെ കൊയർ ലീഡറാണ്. എന്നാൽ കഴിഞ്ഞ 4 വർഷമായി ഇൻ്റർനെറ്റിലൂടെ ഒരു ഹിന്ദു പയ്യനുമായി ചാറ്റ് ചെയ്ത് പ്രേമത്തിലായി. അവൾക്കതല്ലാതെ മറ്റൊരു വിവാഹം വേണ്ടെന്നാണ് പറയുന്നത്. ഞങ്ങളും മറ്റുള്ളവരും ഒത്തിരി തടസ്സം പറഞ്ഞപ്പോൾ വിവാഹമേ വേണ്ടെന്ന് അവൾ പറയുന്നു. പള്ളിയിൽ പോക്ക് കുറഞ്ഞു. ഇപ്പോൾ വല്ലപ്പോഴും ഒന്ന് പോകും. കൂദാശകൾ സ്വീകരിക്കുകയില്ല. കുടുംബ പ്രാർത്ഥനയിൽ സഹകരിക്കുകയില്ല. ഇളയവൻ വക്കീലാണ്. അവനും ഈയിടെയായി ഒരു ഹിന്ദു പെൺകുട്ടിയുമായി അടുത്തു. അതിനെ വിവാഹം കഴിച്ചാൽ മതിയെന്ന് പറയുന്നു. അവൾക്ക് വേണ്ടി എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാമെന്നാണ് പറയുന്നത്. അവന് പള്ളിയിൽ പോക്കേയില്ല. അവന് എന്നോടൊരു ഇഷ്ടവുമില്ല. ഈയിടെ ഒരു ചെറിയ കാര്യം വാങ്ങുവാൻ പറഞ്ഞപ്പോൾ അമ്മ രൂപ തന്നാൽ വാങ്ങാം എന്ന് അവൻ പറഞ്ഞു. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ മക്കളെ വളർത്തിയത്. ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ വിഷമിക്കുകയാണ് അച്ഛാ.
എൻ്റെ കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കാനും എൻ്റെ മക്കളെ രക്ഷയിലേക്ക് നയിക്കുവാനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകണമേ. തീർച്ചയായിട്ടും ആദ്യമായിട്ട് എനിക്ക് സന്തോഷമുള്ളത് ഷൈനി നമ്മളുടെ പ്രോഗ്രാം കാണുന്നയാളാണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥന യാചിച്ചിട്ടുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനകൾ യാചിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. ഷൈനി അത് എനിക്ക് പറയാനുള്ള തളരാതിരിക്കുക. അപ്പൻ ചിലപ്പോഴൊക്കെ ബോംബെയിലെത്തും, കൂടുതൽ സമയം നാട്ടിലാണ് എന്നുള്ളത് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൻ്റെ അസാന്നിധ്യം ഒരളവ് വരെ ഈ കുട്ടികളെ ബാധിച്ചിട്ടുണ്ടെന്നാണ് എന്നൊരു തോന്നൽ. ഏതായാലും അതൊരു പ്രശ്നമാണ്. പറയാറുള്ളവർ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നിടത്തോളം ഒന്നിച്ച് ജീവിക്കണമെന്ന് ഞാൻ പറയും. ഷൈനി വളരെ കഷ്ടപ്പെട്ട് മക്കളെ വളർത്തിയിട്ട് ഇപ്പോൾ ഒരു തിരസ്കരണം കാണിക്കുന്നതിലുള്ള വലിയ വിഷമമാണ് അത് ഞാൻ മനസ്സിലാക്കുന്നു. എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, കൂലി തരുന്നത് ദൈവമാണ്. ആ ഒരു നിസ്വാർത്ഥതയിലേക്ക് വരണമെന്ന് എനിക്ക് പറയാനുണ്ട്. മോശയെ വളർത്തുവാൻ മോശയുടെ അമ്മയെ തന്നെ ഏൽപ്പിച്ചിട്ട് രാജ്ഞി പറഞ്ഞ ആ കാര്യം ഞാൻ ഓർക്കുകയാണ്. ഈ കുഞ്ഞിനെ നീ എനിക്ക് വേണ്ടി വളർത്തണം, കൂലി ഞാൻ നിനക്കു തരാം. ഇത് കർത്താവ് നമുക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ട് പറയുന്നതാണ്. ദൈവത്തിനോടുള്ള സ്നേഹത്തെ പ്രതി ദൈവത്തിന് വേണ്ടി ഇവരെ വളർത്തുക. ഇവരെ പ്രായമാകുമ്പോൾ നമ്മളെ പരിഗണിക്കും, നമ്മളെ സ്നേഹിക്കും, നമ്മളെ കരുതുന്നതിൽ വലിയ നല്ല കാര്യമാണ് കേട്ടോ. കരുതിയില്ലെങ്കിലും അതൊരു പ്രശ്നമാക്കാതെ സന്തോഷമായ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകണമെന്ന് എനിക്ക് പറയാനുണ്ട്. ഞാൻ പറയുന്നത് ഇച്ചിരി കട്ടിയാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എങ്കിലും ആ ഒരു വീക്ഷണത്തിലേക്ക്, ആ ഒരു ആത്മീയതയിലേക്ക് കടന്നു വരുവാൻ സാധിക്കണം എന്ന് എനിക്ക് പറയാനുണ്ട്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവട്ടെ. കാരണം ഞാൻ വളർത്തുന്ന എൻ്റെ ദൈവത്തിന് വേണ്ടിയാണെന്നുള്ള ബോധ്യം ഉണ്ടാവട്ടെ. ഇനിയും മക്കളുടെ പോക്ക് ശരിയല്ല എന്ന ഷൈനിയുടെ ആ ചിന്താഗതി ശരിയാണ്. ഇൻ്റർനെറ്റിലൂടെ ചാറ്റ് ചെയ്ത് പ്രേമിച്ചു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പല യുവാക്കൾക്കും യുവതികൾക്കും സംഭവിക്കുന്ന ഒരു അപകടമായിട്ട് ഇത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ചില ധ്യാന സമയത്തൊക്കെ ഈയിടെ പോയ ഒരു സ്ഥലത്തൊരു പെൺകുട്ടി പറയാണ്, അച്ഛൻ എല്ലാ ധ്യാനത്തിലും ഈ പ്രേമം തെറ്റാണെന്ന് അച്ഛൻ പറയണം, കാരണം ഞാൻ അതിൽ പെട്ടുപോയ ആളാണ്, ഞാനതിൽ നിന്ന് ഒരു തരത്തിൽ രക്ഷപ്പെട്ടിരിക്കുകയാണ്, അച്ഛൻ ദയവ് ചെയ്ത് പറഞ്ഞ ചാറ്റ് ചെയ്താണ് ഞാനിങ്ങനെ ബന്ധത്തിലായത് എന്ന് അവൾ പറഞ്ഞു. ഒരു പെൺകുട്ടി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അത് പൊതുവായിട്ട് ഞാൻ പറയുകയാണ്, ആ ഒരു അപകടം ഇവിടെ ഈ രണ്ട് കുട്ടികളെയും ബാധിച്ചിട്ടുണ്ട്. ഇനി കത്തെഴുതിയത് അമ്മച്ചിയാണ്, അതുകൊണ്ട് ഞാൻ അമ്മച്ചിയോട് തന്നെ പറയട്ടെ. പ്രാർത്ഥന, സ്നേഹം, ക്ഷമ കൊണ്ട് അവരെ സ്വാധീനിച്ച് അവരെ ഒരു കൗൺസിലിങ്ങിനായിട്ട് വിടണമെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലെങ്കിൽ പറ്റുമോ എനിക്കറിഞ്ഞില്ല, അവർ പോകുമോയെന്ന്, ധ്യാനത്തിനൊക്കെ പോകുമോയെന്ന് അറിഞ്ഞുകൂടാ. കാരണം അവർ ഇങ്ങനെയുള്ള വഴികളിലൂടെ അങ്ങ് നീങ്ങിപ്പോയിട്ടുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞ പ്രാർത്ഥിക്കുക. ഈശോയുടെ തിരുരക്തം ഇവരുടെ മേൽ തളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇടപെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം ഷൈനിയെ തീർച്ചയായിട്ടും ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കർത്താവ് ഇടപെടും. തളരാതെ ധീരതയോടുകൂടി നീങ്ങണം എന്നാണ് എനിക്ക് ഷൈനിയോട് പറയാനുള്ളത്. ഇതേക്കുറിച്ച് എന്താണ് നിമ്മിക്ക് പറയാനുള്ളത്? പറയാനുള്ളത്, കുടുംബജീവിതം അവർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ളതാണ്. ഇതിപ്പം ബോംബെയാണ്, അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ സൗകര്യമുണ്ട്. വിദേശത്തൊക്കെ ആണെങ്കിൽ അതിനുള്ള എല്ലാ പേപ്പറുകളൊക്കെ ശരിയായി വരണം. ഇതിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് ഒന്നിച്ച് ക്ലൈമറ്റ് പിടിക്കുന്നില്ല എന്ന പ്രശ്നമാണ് പറയുന്നത്. അതെന്താണെന്ന് നമുക്കറിയില്ല. ഏതായാലും അവർ ഒന്നിച്ചല്ല. ആ ഒന്നിച്ച് ജീവിക്കാത്തതിൻ്റെ പരിണിതഫലമായിരിക്കും പിള്ളേരുടെ സ്വഭാവ രൂപവൽക്കരണത്തിന് മാതാപിതാക്കളുടെ ഒന്നിച്ചുള്ള ജീവിതമാണ് ഏറ്റവും ആവശ്യം. അതിവിടെ ഇല്ല. പിന്നെ ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 1 മുതൽ 67 വരെയുള്ളത്, അബ്രാഹം തൻ്റെ ചാർച്ചക്കാരിൽ നിന്ന് തന്നെയാണ് ഇസഹാക്കിന് ഭാര്യയെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ അത് പഴയ നിയമം ഉൽപ്പത്തി പുസ്തകം മക്കളോട് വായിക്കാൻ പറയുകയും പിന്നെ തിരുസഭയുടെ കൽപ്പനകളിലും പറയുന്നുണ്ട്. അപ്പോൾ ആ തിരുസഭയുടെ കൽപ്പനകൾ 4-ാം ഇത് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പിള്ളേർക്ക് ഏതായാലും പള്ളിയിൽ പോകുന്നതും കൊയർ ലീഡറും ഒക്കെ ആകുമ്പം തിരുസഭയുടെ കൽപ്പനകളൊക്കെ അറിയാമായിരിക്കാം. അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക.
എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ പ്രേമത്തിലായിപ്പോയി, പ്രേമത്തിലായിപ്പോയി. ഇപ്പം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കാര്യമൊന്നുമില്ല, പെട്ടുപോയിരിക്കുകയാണ്. ഏതായാലും പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രേമിച്ചിട്ടേ ഉള്ളൂ, വിവാഹം നടന്നിട്ടില്ലല്ലോ. അപ്പം എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം, ഏതെങ്കിലും കൗൺസിലേഴ്സിനെ കണ്ടോ ഒക്കെ അവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ശ്രമിക്കണം. അതിനായിട്ട് പ്രാർത്ഥിക്കുക. അവരുടെ ജീവിതം കൂടുതൽ ഭർത്താവും ഭാര്യയും ഒന്നിച്ച് ജീവിക്കാനും അങ്ങനെ അതോടെ ഭംഗിയാക്കാനും ശ്രമിക്കണം എന്നുകൂടിയാണ് നിമ്മയുടെ അഭിപ്രായം. ടോമിച്ചൻ അതേപ്പറ്റി എന്ന് പറയുന്നു? ഈ കത്തിൻ്റെ ആകത്തുകയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാലേ ഈ സഹോദരി ഒത്തിരി സഹിക്കുന്നുണ്ട്, ഒത്തിരി വേദനയോടെയാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി, അത് ഇടുവരെയിട്ട് അവരിത് സൂചിപ്പിച്ചിട്ടുണ്ട്. കാരണം തീർച്ചയായിട്ടും അപ്പൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിന്ന് അവർ വളർത്തി എന്നതാണ് നമുക്കത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വ്യക്തത അല്ലെങ്കിൽ പോലും, കാരണം അദ്ദേഹം സ്ഥലത്തില്ല. അപ്പോൾ ഈ ഈ കുഞ്ഞുങ്ങളെ വളർത്താനൊക്കെ ഒത്തിരി സ്ട്രെയിൻ എടുത്തിട്ടുണ്ട്. അവരൊരു നേഴ്സായിരുന്നു, രാപകൽ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ ഒരു തർക്കമില്ലാത്ത കേസാണ്. പക്ഷേ ഇതിനകത്ത് അച്ഛൻ മുമ്പേ പറഞ്ഞതുപോലെ എനിക്ക് ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, ഷൈനിയോട് പറയാനുള്ളത്, മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തുക എന്നതാണ് മാതാപിതാക്കളുടെ കടമയും ദൗത്യവും. ഇവിടെ ഷൈനിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഷൈനി കുഞ്ഞുങ്ങളെ വളർത്തിയത് അവർക്ക് വേണ്ടി എന്നുള്ളൊരു ധ്വനി അതിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അത് ഒന്ന് തിരുത്തി ഈശോയുടെ അടുത്ത്, എൻ്റെ ഈശോയെ, നീ എനിക്ക് തന്ന കുഞ്ഞുങ്ങളെ നിനക്ക് വേണ്ടി വളർത്തേണ്ടതിന് പകരം ഞാൻ എനിക്ക് വേണ്ടി വളർത്താൻ ശ്രമിച്ചു പോയി എന്നുള്ളത് ഒരു തെറ്റായിട്ട് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് ഈശോയുടെ അടുത്ത് ഏറ്റു പറഞ്ഞ് ഒന്ന് നിരപ്പിന് ആഗ്രഹിക്കുകയും കുമ്പസാരത്തിലൊന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് ഈ മക്കളോട് പറയാനുള്ളത്, ചാറ്റ് ചെയ്ത് കടന്നുപോയ ജീവിതത്തിൽ വളരെയേറെ വേദന അനുഭവിക്കുന്ന ഒത്തിരി പിള്ളേർ എൻ്റെ അടുത്ത് വന്നതും അവരുടെ പേരൻസ് വന്ന് പറഞ്ഞതുമായിട്ടുണ്ട്. ഈ അടുത്ത ഇടയ്ക്ക് ഞങ്ങളുടെ നാട്ടിൽ തന്നെ സംഭവിച്ച, ഞാൻ താമസിക്കുന്നിടത്ത് കുട്ടനാടൻ പ്രദേശത്താണ്, അവിടുന്ന് ഒരു 5-8 കിലോമീറ്ററിനകമായിട്ട് ഒരു പെങ്കൊച്ച് PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ ചാറ്റ് ചെയ്ത് ബന്ധപ്പെട്ട് ഒരുത്തൻ്റെ കൂടെ കല്യാണം കഴിച്ച് കടന്നു വന്നപ്പോഴറിയുന്നേ അവന് ഭാര്യയും 2 മക്കളും വേറെ ഉണ്ട്. നിലവിളിച്ച് അന്തം വിട്ടുപോയി. ആ നിലവിളിയും ഇതുമൊക്കെ ആയിട്ട് ആരോ പറഞ്ഞിട്ട് കുറേ നാളെ, 3-4 മാസമായി അവൾക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വയ്യ, വേറെ ആരുടെയും ഒന്നും പറ്റത്തില്ല, ഇല്ലാതെ അവൾ നിലവിളിച്ച് എന്നെ തേടി വന്നു, എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയാനുണ്ടായി. ഇതുപോലുള്ള അബദ്ധങ്ങൾ 1, 2, 3 അല്ല, ഒത്തിരി പേർക്ക് പറ്റുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ, ആ കേൾക്കുന്ന ഈ ഷൈനയുടെ മക്കൾ മാത്രമല്ല, കേൾക്കുന്ന എല്ലാവരോടും ഒരിക്കൽ പോലും വിവാഹ ജീവിതത്തെ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജീവിതം ജീവിക്കാനുള്ളതാണ്, നശിപ്പിക്കാനുള്ളതല്ല, ഒരിക്കലേ ഉള്ളൂ. അത് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും വാസസ്ഥലമാക്കി നമ്മുടെ കുടുംബം കൊണ്ടുപോകാൻ നമുക്കെല്ലാവർക്കും കടമയുണ്ട്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ആ യുവജനങ്ങളെല്ലാം അത് ശ്രദ്ധിക്കണം. ഈ മകനാണേലും LLB വരെ പഠിച്ചു, അവനും മറ്റൊരു ബന്ധത്തിലേക്ക് പെട്ടിട്ട് അവനും അതിൻ്റെ പുറകെ തൂങ്ങിപ്പോകുന്ന ഒരവസ്ഥയാണ് ഷൈനിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവിടെയൊക്കെ വിദ്യാഭ്യാസമല്ല, ഈ പ്രേമം കണ്ണും കാതും ഇല്ലാത്തതാണെന്നോ ഒക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയാൻ, ആ ഒരു അവസ്ഥയിലോട്ട് പോകരുത്. വിവേകത്തോടെ ചിന്തിക്കണം. അവൾക്ക് വേണ്ടിയിട്ട് എത്ര കാലം വേണേലും കാത്തിരിക്കാം എന്ന് പറയുന്നതോടൊപ്പം തന്നെ അമ്മ എന്തെങ്കിലും പറഞ്ഞപ്പോഴത്തേക്ക് അതിന് കാശ് തന്നാൽ മേടിച്ചു കൊടുക്കാം. അതൊക്കെ ഒരു വിദ്യാസമ്പന്നരായ ഒരു കുഞ്ഞുങ്ങൾക്ക് ചേരുന്നതാണോ? അതൊന്നുകൂടെ നിങ്ങളും ചിന്തിക്കണം. ഈ മാതാവ് അല്ലെങ്കിൽ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർത്തി ഇതെല്ലാം ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് അവരുടെ നേരെ തിരിയുന്ന ഒരു ശൈലി നമുക്ക് ഗുണം ചെയ്യില്ല. ഗുരുത്വം എന്നത് ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗം കൂടാണല്ലോ. മാതാപിതാക്കളെ ആ ഇതിലേക്ക് കാണാൻ പറ്റാത്തവൻ ഗുരുത്വം ഉണ്ടാകുമോ? അതെ, അപ്പോൾ അത് ഒരുത്തരുണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ആ മക്കൾ ഒരുപക്ഷെ കേൾക്കുന്നില്ലായിരിക്കാം, ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ഏതായാലും ഷൈനി ഒരു നിറവിൽ, ഒരു മാതൃത്വത്തിൻ്റെ നിറവിൽ ഈ സംഭവത്തെ കാണാനും അതിലൊരു സംതൃപ്തി, തമ്പുരാന് വേണ്ടി ഇത് ചെയ്തു എന്ന ബോധ്യത്തോടെ നീങ്ങാനും പ്രാർത്ഥനയിലൂടെ അവരെ നേടാനും പരിശ്രമിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാം, ഷൈനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഷൈനി കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളിയെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും. അങ്ങനെ നമുക്ക് പറയാം. അടുത്ത കത്തിലേക്ക് കിടക്കാം അല്ലേ? അടുത്ത കത്തെഴുതുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ജാനകിയാണ്. ഞാൻ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളാണ്. അച്ഛാ,
എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്. ഞങ്ങൾക്ക് 3 മക്കൾ. മൂത്ത മകന് 16 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ഭർത്താവ് ഗൾഫിൽ നിന്നും വരുമ്പോൾ ഒരു കെട്ട് ബ്ലൂ ഫിലിമിൻ്റെ കാസറ്റ് കൊണ്ടുവരും. അതിട്ട് കാണുവാൻ ഞാൻ കൂട്ടിരിക്കണം. ഞാൻ മടുത്തു. എനിക്കിനി സാധിക്കില്ല. മുഴുവനും ലൈംഗിക വൈകൃതങ്ങളാണ്. ഇതിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ സാധിക്കുന്നില്ല. ഞാൻ എന്തു ചെയ്യണം? എനിക്ക് ശാലോമിൽ കൂടി ഇതിന് മറുപടി തരണമേ. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷമുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾ ശാലോം TV കാണുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ഭർത്താവിൻ്റെ ബ്ലൂ ഫിലിം കാഴ്ചയാണ്. മാത്രമല്ല ജാനകി അതിനെ കൂട്ടിരിക്കണം എന്നുകൂടി അദ്ദേഹത്തിനൊരു നിർബന്ധം. പക്ഷേ ഇത് അദ്ദേഹത്തിനൊരു അഡിക്ഷനായിട്ട് മാറിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് മാറാനായിട്ട് എൻ്റെ ഒരു അഭിപ്രായം, സ്നേഹപൂർവ്വം ജാനകിക്ക് പറ്റുമെങ്കിൽ ഈ ഭർത്താവിനെ ഒരു മാരേജ് കൗൺസിലിങ്ങിന് പ്രേരിപ്പിക്കും. ഹൈന്ദവ സഹോദരങ്ങളായതുകൊണ്ട് വൈദികരാണ്, ഒരു ആത്മായ സഹോദരൻ ഒത്തിരി പേര് കൗൺസിലിങ്ങിലൂടെ ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രേരിപ്പിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും, ഇപ്പം ജാനകി അത് ബോധ്യപ്പെടുത്തിയാൽ ചിലപ്പം അക്സെപ്റ്റ് ചെയ്തൊന്നും വരില്ല. അപ്പം അങ്ങനെ ഒന്ന് ബോധ്യപ്പെടുത്താനും അതിനുവേണ്ടി ജാനകി സ്നേഹത്തോടെ പരിശ്രമിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കൂടെ ദൈവത്തോട്, ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ ജാനകിയുടെ ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ജാനകിയുടെ ആ നല്ല മനസ്സിനെ ദൈവം അനുഗ്രഹിക്കും എന്നെനിക്ക് പറയാനുണ്ട്. കാരണം ജാനകി ശാലോം TV കാണുന്നു, അതുപോലെ അതിലൂടെ നിർദ്ദേശങ്ങൾ തരണം എന്നുകൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭർത്താവിൻ്റെ വിശുദ്ധീകരണത്തിനായിട്ട് ശ്രമിക്കുന്ന ജാനകിക്ക് ഞാനൊരു പ്രത്യേക അഭിനന്ദനം നേരുവാൻ ആഗ്രഹിക്കുകയാണ്. ജാനകി ഇത് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ പ്രവൃത്തി ദൈവത്തിൻ്റെ മുമ്പിൽ ഒത്തിരി അനുഗ്രഹപ്രദമാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. ഏതായാലും ഈശ്വര ചിന്തയിൽ ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങണം. കുടുംബത്തെ വിശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതേക്കുറിച്ച് എന്താണ് ടോമിച്ചിന് പറയാനുള്ളത്? ഞാൻ ഈ ജാനകിയുടെ കത്ത് വായിച്ചപ്പം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, വർഷങ്ങൾക്കപ്പുറം ഞാൻ ഗൾഫിലായിരുന്ന കാലഘട്ടത്തിലേക്ക് ഞാൻ ഓർത്തുപോയി. ഗൾഫിലെ ബാച്ചിലേഴ്സിനിടയിൽ നടക്കുന്ന ഒരു വലിയ തിന്മയായത്. വർഷങ്ങൾക്കപ്പുറം, ഞാൻ പറഞ്ഞ 80, 81, 82 കാലഘട്ടത്തിലൊക്കെ, ഞാൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും ഇതവിടെ ഉണ്ട്. അത് കണ്ടു പെട്ടുപോകുന്ന ഒത്തിരി ചെറുപ്പക്കാരെ അന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുന്നൊക്കെ ഓടി അകലാൻ ദൈവം കൃപ തന്നാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇദ്ദേഹത്തിന് ആ അഡിക്ഷനിൽ ചെന്ന് പെട്ടിട്ട് ആ ചിന്തകളിൽ മാത്രമായിപ്പോയി അദ്ദേഹത്തിൻ്റെ ജീവിതം കുടുക്കിനകത്ത് നിന്ന് പെട്ടിരിക്കുന്നതാണ്. ഒരു വലിയ വിപത്തായത്. ഇതിൽ നിന്ന് അദ്ദേഹത്തെ നേടിയെടുക്കാൻ ജാനകി എന്തു ത്യാഗം സഹിച്ചാലും അത് തെറ്റില്ല എന്ന വാദത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം അദ്ദേഹത്തെ അതിൽ നിന്ന് മോചിപ്പിക്കണം. അഡിക്ഷൻ ഈസ് എ ഡിസീസ്. ഇതൊരു തരം രോഗത്തിൻ്റെ അവസ്ഥയിലോട്ട് കടന്നുപോയി. ഇതില്ലെങ്കിൽ ഇനി ഇതിനകത്തോട്ട് ചെന്ന് പെട്ടിട്ട് ജാനകിയോടത് കാണണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വ്യക്തമായ വൈകൃതങ്ങളിലേക്കൊക്കെ ഈ ജാനകിയെ വലിച്ചഴയ്ക്കും ഈ മനുഷ്യൻ. ഞാൻ സമയമില്ലെങ്കിൽ പോലും ഞാനൊന്ന് പറയട്ടെ. ഒരു വർഷങ്ങൾക്കപ്പുറം ഒരു കാസറ്റ് കൊണ്ടുവന്ന് സ്വന്തം വീട്ടിലിട്ട് കണ്ടിട്ട് അതിനിടയ്ക്ക് അതിൻ്റെ വ്യാപാരത്തിൽ മുഴുകി ഇവർ അപ്പനും അമ്മയും കടപ്പറയിലേക്ക് പോയി. ഈ TV ഓണായിരുന്നു, VCR ഓണായിരുന്നു. പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾ ഇത് വന്ന് കണ്ടു. ആ കുടുംബം തകർന്ന തരിപ്പണമായ ഒരു ഓർമ്മ എൻ്റെ അടുത്ത കൗൺസിലിങ്ങിന് വന്ന ഒരു വിഷയമാണ്. അനേക വർഷങ്ങൾക്ക് മുമ്പാന്ന് ഓർക്കണം. അപ്പോൾ അതുപോലുള്ള നാശത്തിലേക്ക് ഇത് നമ്മളെ കൊണ്ട് എത്തിക്കും. അത് ഈ ലൈംഗിക വൈകൃതം കാണുന്ന എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുള്ളതാണ്. അതിൽ നിന്ന് ഇത് മനുഷ്യ ജീവിതം, ദാമ്പത്യധർമ്മം ദൈവം നൽകിയിരിക്കുന്നത് സൃഷ്ടികർമ്മ, പരിശുദ്ധമായ സൃഷ്ടികർമ്മത്തിന് വേണ്ടിയാണ്. ചേട്ടപ്പോൾ കൗൺസിലിങ്ങിലൂടെ പരീക്ഷയിലേക്ക് വരണം എന്നുള്ള ഒരു ചിന്തയാണ് ടോമിച്ചൻ തന്നത്. നിമിക്കെന്താണ് അതേപ്പറ്റി പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ലൈംഗിക പക്വത കൈവരാഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ബ്ലൂ ഫിലിമൊക്കെ കാണുവാൻ താല്പര്യപ്പെടുന്നത്. ലൈംഗിക പക്വതയുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയില്ല. ലൈംഗികത എന്ന് പറഞ്ഞാൽ ജീവനും സ്നേഹത്തിനും പോഷണം നൽകുവാൻ ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ആകത്തുകയാണ് ലൈംഗികത എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ആ ലൈംഗികതയെ അതിൻ്റെ ശരിയായ രീതിയിൽ
കാണാഞ്ഞിട്ട് തന്നെയല്ലേ ഇപ്പം ഈ ബ്ലൂ ഫിലിം കാണുന്നത്. സ്വന്തം ഭാര്യ കൂടെയുണ്ട്. അപ്പം അവളുമായിട്ട് ചേർന്ന് പോകേണ്ടതിന് പകരം അവളെ കൂടെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. അപ്പം 16 വയസ്സ് മോനായി. അപ്പോൾ ആ മോനെ കൂടെ ഈ തെറ്റിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഇത് ഇടവരുത്തും. അപ്പം അതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതിപ്പം ഒരു ജാനകി എഴുതി, ഇതുപോലെ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിലും ഒരു പക്ഷേ കണ്ടെന്നിരിക്കും. അവരാരും എഴുതുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് ഈ ഒരു ജാനകിയിലൂടെ അനേകർക്ക് ഇതൊരു പാഠമായി തീരണം. നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള അനേകം കുടുംബങ്ങൾ ഉണ്ടാകാം. ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ദൂഷ്യമാണ്. ടോൺസൺ സൂചിപ്പിച്ചതുപോലെ ആ കുടുംബം തകർന്ന് തരിപ്പണമായി പോകുവാൻ ഇടയാവുന്ന ഒരു തിന്മയാണ്. അതുകൊണ്ട് കൗൺസിലിങ്ങിലൂടെയും അതിലൊരു പക്വത പ്രാപിക്കൽ, നമ്മെ സൂചിപ്പിച്ചു, സെക്ഷൽ ലൈഫിലൊരു പക്വത ഉണ്ടാവണം. അങ്ങനെ ഉള്ളിലേക്ക് വരണം. അങ്ങനെ ഈ തിന്മയെ അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരെ രക്ഷയിൽ നയിക്കുവാനായിട്ട് സാധിക്കും. ജാനകിയും അതിനായിട്ട് പരിശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്. ജാനകിയുടെ ഈ കത്തിന് ഞങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദനങ്ങൾ നേരുന്നു. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം. കേൾക്കുന്ന എല്ലാവരും ഇങ്ങനെയുള്ള കുടുംബങ്ങളെ രക്ഷയിലേക്ക് നയിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. നമുക്ക് ഈ കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിച്ചു പരിപാലിക്കുന്ന നല്ല ദൈവമേ, അങ്ങ് ഈ കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ അറിയുന്നു. പൂർണ്ണമായിട്ടും അങ്ങയുടെ കൈകളിലേക്ക് അവരെ സമർപ്പിക്കുകയാണ്. അവരെ ഏറ്റെടുക്കണമേ കർത്താവേ. ആ കുടുംബത്തിൽ തിന്മയുടെ സ്വാധീനങ്ങൾ കടന്നു വന്നിരിക്കുന്നല്ലോ. അങ്ങയുടെ അമൂല്യമായ തിരുരക്തം തളിച്ചുകൊണ്ട് ആ കുടുംബങ്ങളെ പരിരക്ഷയിലേക്ക് കൊണ്ടുവരണം. ആ കുടുംബങ്ങളിലെ തിന്മകളെല്ലാം നീക്കിക്കളഞ്ഞ് വിശുദ്ധമായ കുടുംബജീവിതം നയിക്കുവാൻ അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. അങ്ങനെ അങ്ങയുടെ കൃപയിൽ അവരെ വഴി നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.